ആദ്യം ആ വീറിന്റെ അപ്പൂപ്പനെയാണ് ഫിനിഷ് ചെയ്യേണ്ടത്. അയാളാണ് പുതിയ ഐഡിയ കൊടുത്ത് വീറിനെ രക്ഷിക്കുന്നത്. എങ്കിൽ ബോസ്, അയാളുടെ ബ്രെയിനിലുള്ള ഐഡിയാസ് നമുക്ക് മോഷ്ടിച്ചെടുത്താലോ? കറക്റ്റ് മോണ, യു ആർ എ ജീനിയസ്. പ്രേം സഹായിയുടെ ബ്രെയിനകത്തേക്ക് ഞാൻ ചെന്ന് അയാളുടെ മൊത്തം ഐഡിയാസും ഞാൻ മോഷ്ടിച്ചു കൊണ്ടുവരും. പക്ഷേ ബോസ്, അതൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും? എന്റെ കൈവശം ഒരു പ്ലാൻ ഉണ്ട്. ഇതാ കേട്ടോളൂ. ബോസ്, എങ്കിൽ പിന്നെ നിങ്ങളുടെ ജോലി കഴിഞ്ഞു എന്ന് വിചാരിച്ചോളൂ. സാർ, ഞാൻ പെസ്റ്റ് കൺട്രോൾ ചെയ്യുന്ന ആളാണ് സാർ. വേണ്ട വേണ്ട, ഞങ്ങൾക്ക് പെറ്റ്സ് കൺട്രോളിന്റെ ആവശ്യമൊന്നുമില്ല. ഇനി നോക്കിക്കോ പ്രേം സഹായി, നിന്റെ ഈ ബ്രെയിൻ വെച്ച് ബോസ് എന്താ ചെയ്യാൻ പോകുന്നെന്ന്. അല്ല അപ്പൂപ്പ, നമ്മുടെ അപ്പൂപ്പന് എന്താ പറ്റിയേ? വീർ, അപ്പൂപ്പൻ ബോധം കെട്ട് കിടക്കുക. എന്താ പറ്റിയത്? ഷെടാ അപ്പൂപ്പ, അദ്ദേഹം അബോധാവസ്ഥയിലാണല്ലോ. അദ്ദേഹത്തിന് എന്താ പറ്റിയത്? ചിണ്ടൂനെ നമുക്ക് വിളിക്കാം. ചിണ്ടു, എന്തു പറ്റി വീർ? ഞാനിതാ എത്തിക്കഴിഞ്ഞു. ഓ, അല്ല ഞാനിപ്പോ എവിടെയാ? എനിക്കിപ്പോ ചാട്ട് കഴിക്കാൻ പോണല്ലോ. അല്ല ചിണ്ടു, കാറ്റ് ആഞ്ഞടിച്ചത് കൊണ്ട് ജനല് ചിണ്ടുവിന്റെ മുഖത്ത് തട്ടിക്കാണും. അതുകൊണ്ടാവും അവൻ അങ്ങനെ സംസാരിച്ചത്. ഇനി ഇത് മാഡ് മാക്സിന്റെ ചതിയാണോ? യെസ്, ഇതാണ് പവർഫുൾ ബ്രെയിൻ. ഇനി ഇത് വെച്ച് ഞാൻ കളിക്കാൻ പോവുകയാണ്. എന്റെ ഹോളോഗ്രാഫിക് ഇമേജസ് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ പ്രേം സഹായിയുടെ എല്ലാ ഐഡിയയും എന്റെ കൈക്കലാകും. പിന്നെ പ്രേം സഹായിയുടെ ഐഡിയാസും ഉണ്ടാവില്ല. അതുപോലെ തന്നെ പിന്നെ അയാൾക്ക് ഒരിക്കലും വീറിനെ രക്ഷിക്കാനുമാവില്ല. യെസ്, നൗ മൂവ് ടു ആക്ഷൻ. അപ്പൂപ്പന് ബോധം തിരിച്ചു കിട്ടുന്നില്ലല്ലോ. ഞാൻ ഡോക്ടറിനെ വിളിക്കട്ടെ? അതെ, നമ്മൾ ഉടനെ ഡോക്ടറെ വിളിക്കുന്നതാ നല്ലത്. ആരോ അപ്പൂപ്പന്റെ അകത്തേക്ക് ചെന്നു. എന്ത്? അപ്പൂപ്പന്റെ അകത്തേക്കാരോ ചെന്നോ? ഒരു മിനിറ്റ് നിക്ക്. ഞാൻ അപ്പൂപ്പന്റെ ഇമേജിനെ ഫുൾ വെർച്വൽ വിഷനിൽ സ്കാൻ ചെയ്ത് കമ്പ്യൂട്ടറിൽ നോക്കാൻ പോവാ. ചുൽബുൾ, നമുക്ക് ഈ വെർച്വൽ വിഷ്വൽ കണ്ടാൽ അപ്പൂപ്പന്റെ ബ്രെയിനിനകത്ത് എന്താ സംഭവിച്ചെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. റോബോബോയ് സ്യൂട്ട് ഓൺ. പ്രേം സഹായ്, ഇനി നിന്റെ ഇമേജിന് എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഞാൻ നിന്റെ ഒറിജിനൽ ഇമേജിനെ അബോധാവസ്ഥയിലാക്കിയിരിക്കുകയാണ്. നിനക്ക് എന്താ വേണ്ടത്? നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എനിക്ക് നിന്റെ എല്ലാ ഐഡിയാസും വേണം. അത് നീ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് പറയോ. ഞാനിപ്പോ അപ്പൂപ്പന്റെ ബ്രെയിനിന്റെ അകത്തേക്ക് ചെന്നേ പറ്റൂ. അതല്ലെങ്കിൽ മാഡ് മാക്സ് അപ്പൂപ്പനെ എന്ത് വേണമെങ്കിലും ചെയ്യും. ഷെടാ, പക്ഷെ അപ്പൂപ്പൻ എവിടെയല്ലേ ഉള്ളത്? അതെ, എനിക്കറിയാം ഇതാണ് ഒറിജിനൽ അപ്പൂപ്പൻ എന്ന്. ഒരു പക്ഷെ മാഡ് മാക്സ് അപ്പൂപ്പന്റെ ബ്രെയിനിന്റെ അകത്ത് അപ്പൂപ്പന്റെ ഇമേജിനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ പിന്നെ ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല. ഓ വീർ, നീ ഇവിടെ തീർച്ചയായും വരുമെന്ന് എനിക്കറിയാമായിരുന്നു. നീ പറഞ്ഞത് വളരെ ശരിയാണ് മാഡ് മാക്സ്. പക്ഷെ നിനക്ക് ഇവിടെ നിന്നും ഒരിക്കലും രക്ഷപ്പെട്ടു പോകുവാൻ സാധിക്കില്ല.
നീ എന്റെ ലെഫ്റ്റ് സൈഡ് ബ്രെയിനിലേക്ക് കയറ്. അവിടെ ചെന്ന് കഴിയുമ്പോ നിനക്ക് കുറെ ഫോർമുലയുടെ ബോർഡും കുറെ നമ്പേഴ്സും കാണാൻ പറ്റും. അതിൽ നിന്ന് ഏത് നമ്പർ ബ്ലിങ്ക് ആവുന്നോ അതിന് നീ അബ്സോർവ് ചെയ്തെടുക്കണം. പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അപ്പൂപ്പ? ആ നമ്പറും ഫോർമുല വേർഡ്സും നീ കൊണ്ടുപോകുമ്പോ നിന്റെ കൂടെ കൊണ്ടുപോയിക്കോണം. പിന്നെ എന്റെ വെർച്വൽ വിഷനില് അത് വെച്ച് ഫീഡ് ചെയ്യണം. അങ്ങനെ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബോധം തെളിയുമല്ലേ അപ്പൂപ്പ? റൈറ്റ്? ഇനി നീ ഒരിക്കലും രക്ഷപ്പെടില്ല വീർ. ചുൽബുൾ, അപ്പൂപ്പന് ഇപ്പൊ എന്താ പറ്റിയത്? ഷെടാ, ഇവിടെ എന്തൊക്കെയാണ് ഈ സംഭവിക്കുന്നത്? വീർ, വേഗം എന്തെങ്കിലുമൊക്കെ ചെയ്യേ. വീർ, വേഗം ചെല്ല്, ഓട്. വീർ, എത്ര വേഗം ഓടാൻ പറ്റുമെങ്കിൽ ഓടിക്കോളൂ. പക്ഷേ നിനക്കിവിടെ നിന്നും രക്ഷപ്പെടാൻ സാധിക്കില്ല. വീർ, നിനക്കിനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അവസാനത്തെ ഈ നമ്പർ അതെന്റെ കയ്യിലാണുള്ളത്. ഇനി എന്ത് ചെയ്യും? അവൻ ലാസ്റ്റ് നമ്പർ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. കറക്റ്റ് ടൈമിൽ ഞാൻ അവിടെ ചെന്നെത്തിയില്ലെങ്കിൽ അപ്പൂപ്പന്റെ കാര്യം അപകടത്തിലാകും. അതുപോലെ ഞാനും കുടുങ്ങിപ്പോകും. അതേ മിലി, ഞാൻ ഇപ്പൊ തന്നെ അപ്പൂപ്പന്റെ വെർച്വൽ വിഷനിൽ ഈ ഫോർമുല ഫീഡ് ചെയ്തേ മതിയാകൂ.
എല്ലാ ഫോർമുലയും ഫീഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും അപ്പൂപ്പൻ എന്താ ഇനിയും ബോധം തെളിയാത്തത്? വീർ, അപ്പൂപ്പന് ബോധം തിരിച്ചു കിട്ടില്ലേ? വീർ, അപ്പൂപ്പ. വീർ, അപ്പൂപ്പന് കോൺഷ്യസ് തിരിച്ചു കിട്ടി. അപ്പൂപ്പ, അപ്പൂപ്പ, അപ്പൂപ്പ നിങ്ങക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല മോനെ, ഇതെല്ലാം വീറിന്റെ സാഹസമാണ്. വീർ, നീ എന്നെയും എന്റെ ഐഡിയാസിനെയും രക്ഷിച്ചിരിക്കുന്നു. അപ്പൂപ്പ